You can only have what you already have. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പലരും കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഡൗട്ട് വരും. നമുക്കിപ്പോ ഒരു കാര്യം, നമുക്ക് ഇല്ലാത്ത ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും? ഹൗ ക്യാൻ വി ഹാവ് സംതിങ് ദാറ്റ് വി ഡു നോട്ട് ഹാവ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും തെറ്റുപറ്റിയിരിക്കുന്നത് അവർക്ക് വേണ്ട കാര്യം അവരെപ്പോഴും ഈ 3 ഡയമെൻഷണൽ വേൾഡിൽ തപ്പിക്കൊണ്ടേയിരിക്കും. അവരിപ്പോ വിചാരിക്കും, ഓക്കെ, ഇൻ ഓർഡർ ടു ഹാവ് വാട്ട് യു ഓൾറെഡി ഹാവ്, നമ്മൾ അതിങ്ങനെ 3 ഡയമെൻഷനിൽ കാണണം, അത് നമ്മുടെ ഐസിൽ വിസിബിൾ ആയിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ 5 ഫിസിക്കൽ സെൻസസിനും ബിയോണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൈബ്രേഷണലി ആണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന തോട്ട്സ്, നമ്മൾ മെന്റലി ഓരോ തോട്ട്സും, നമ്മളിപ്പോ കാണുന്ന വീഡിയോസ്, നമ്മൾ വായിക്കുന്ന ബുക്സ്, നമ്മൾ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്സ്, റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ യൂണിവേഴ്സിന് ഓട്ടോമാറ്റിക്കലായിട്ട് സിഗ്നൽ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ ഇമോഷണൽ കൺവിക്ഷൻ, നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിയിലുള്ള ഒരാളെ എങ്ങനെയായിരിക്കും, എന്ത് ഫീലിങ്സ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഒരു പ്രോപ്പർ കൺവിക്ഷൻ ഉള്ള ആള് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വരുന്ന ഒരു കാര്യമാണ്, ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് വരുന്ന ഒരു ഡൗട്ട്, ഓക്കെ, നമുക്കിപ്പോ ഒരു കാര്യം അത്രയധികം ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഡെസ്പിറേഷൻ ഉണ്ടാകില്ലേ? ഈ ഡെസ്പിറേഷനെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രത്തോളം നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിയെ പറ്റി ഡെസ്പറേറ്റ് ആകുന്നു, അത്രത്തോളം അത് നമ്മളിൽ നിന്ന് അകന്നു പോകും. ഞങ്ങൾ ഈ വീഡിയോയിൽ ഡെസ്പിറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയാണെന്ന് വെച്ചു, നമ്മളത് ലാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഡെസ്പറേറ്റ് ആകും. അപ്പോൾ യൂണിവേഴ്സിന് പോകുന്ന സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളത് ലാക്ക് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ യൂണിവേഴ്സ് അതനുസരിച്ചുള്ള സർക്കംസ്റ്റൻസസും അതനുസരിച്ചുള്ള സിറ്റുവേഷനും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. നമ്മളെപ്പോലെ ഹൈ ഫ്രീക്വൻസിയും ഹൈലി കോൺഷ്യസുമായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒരു അൺഡിസൈർഡ് റിയാലിറ്റിയിൽ ചെന്ന് പെടണ്ട. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇമോഷൻസ് ഇന്റേണലി ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട റിയാലിറ്റിയിലുള്ള ഇമോഷൻസ് മാത്രം സ്പൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ യൂണിവേഴ്സ് അതനുസരിച്ചുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. അടുത്ത കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സീക്രട്ട് ഫ്രീക്വൻസി ഓഫ് നോട്ട് കെയറിംഗ്. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം മാനിഫെസ്റ്റേഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന്. Manifestation is shifting internally to a degree where you no longer emotionally depend upon the external reality. So നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോ അവയർനെസ് ഉള്ള ആൾക്കാരാണ്, അവരുടെ ഫ്രീക്വൻസി ലോ ആകും. ഈ ലോ അവയർനെസ് ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഇങ്ങനെ സൊസൈറ്റിയിലെ ആൾക്കാർ അവരെ ഇങ്ങനെ ട്രിഗർ ചെയ്യും. അപ്പൊ അവരുടെ ഓൾഡ് ഫ്രീക്വൻസിയിലുള്ള വേർഷൻ ട്രിഗർ ആവും. അപ്പൊ ആ ടൈമിൽ ട്രിഗർ ആവുന്ന ആൾക്കാരുടെ അവയർനെസ് എന്ന് പറയുന്നത് ലോ ആണ്. അപ്പൊ ഒരിക്കലും ഒരു ഗോഡ് കോൺഷ്യസിലുള്ള അല്ലെങ്കിൽ ഹയർ കോൺഷ്യസിലുള്ള ഒരു വ്യക്തി ഒരിക്കലും അതിനനുസരിച്ച് വേൾഡ് സൊസൈറ്റിയുടെ നോംസിനനുസരിച്ച് പപ്പറ്റായി മാറരുത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, നമുക്ക് ഒരിക്കലും, നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുവാണെങ്കിൽ, നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റി അല്ല പലപ്പോഴും നമുക്ക് വേണ്ടത്. നമുക്ക് ആ ഡിസൈർഡ് റിയാലിറ്റി കിട്ടുമ്പോൾ, ആ ഡിസൈർഡ് റിയാലിറ്റി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള ഫീലിങ്സ് ആണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് ഡിറ്റാച്ച് ആവുക, സൊസൈറ്റി നമ്മളിൽ ട്രിഗർ ചെയ്യുന്ന ഇമോഷൻസ് ഒക്കെ ഡിറ്റാച്ച് ആയിട്ട് നമുക്ക് നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിയിൽ നിന്ന് എത്തുമ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണോ ആ ഫീലിങ്സിനെ നമ്മൾ ഇങ്ങനെ ഫീൽ ചെയ്യുക. ആ ഒരു ഐഡന്റിറ്റിയിലുള്ള ഡിസൈർഡ് റിയാലിറ്റിയിലുള്ള നമ്മൾ എന്തൊക്കെ ഫീൽ ചെയ്യും, എന്തൊക്കെ തോട്ട്സ് നമ്മൾ ചിന്തിക്കും, ആ ഫീലിങ്സിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ബാക്കി അതിനെയാണ് നമ്മൾ ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത്. ലെറ്റിംഗ് ഗോ പ്രോസസ് ഇത്രയുമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും നമ്മളങ്ങ് കംപ്ലീറ്റ്ലി നമ്മളെ ഡിസൈർഡ് റിയാലിറ്റി പറ്റി ചിന്തിക്കാതെ ഇരിക്കുക എന്നതല്ല അതിന്റെ യഥാർത്ഥ അർത്ഥം. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഷുഡ് ഫീൽ ഫ്രം ആ ഡിസൈർഡ് റിയാലിറ്റി. ഈ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ 3 ഡയമെൻഷണൽ വേൾഡിൽ നിന്ന് ഡിറ്റാച്ച് ആകാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോഡ് കോൺഷ്യസിൽ അറ്റാച്ചും ആകാം. താങ്ക് യു.